കേരളത്തിൽ നിന്ന് യു പിയിലേക്കുള്ള ഡയറക്റ്റ് ട്രെയിൻ പിടിച്ച് വാരണാസിയിലേക്ക് ഇറങ്ങി ഞങ്ങൾ. ടിക്കറ്റ് കൺഫേം അല്ലാത്തതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയെങ്കിലും രാവിലെ ആയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. കാല് കുത്താനിടമില്ല, ഇരിക്കാനും സ്ഥലമില്ലാത്ത അവസ്ഥ. എന്നിട്ട് ഞങ്ങൾ ആ ഒരൊറ്റ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിയായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങിയപ്പോൾ ട്രെയിനിൽ നിന്ന് എന്തായാലും ഫുഡ് വേണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ഫുഡ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോറ്റി അതിനുള്ള പണി തുടങ്ങി. ഞങ്ങൾ കുറച്ച് ന്യൂട്ടെല്ലയൊക്കെ തേച്ച് ബ്രെഡിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ അതൊക്കെ വെച്ചൊരു സാൻഡ്വിച്ച് ആക്കാനാണ് ഞങ്ങളുടെ പരിപാടി. അതും ആക്കി നമ്മളതും കഴിച്ച് വിശപ്പടക്കാനുള്ള പുറപ്പാടില്ല. കാരണം പുറത്തുനിന്ന് ഇപ്പോൾ ട്രെയിനിൽ നിന്ന് വല്ലതും കഴിച്ചൊന്നും വയറ് കിടക്കണ്ടെന്നുള്ള ചിന്തയിൽ. എന്തായാലും സംഗതി അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു, കഴിച്ചപ്പോൾ കൊള്ളായിരുന്നു, ഹെൽത്തിയായിരുന്നു. ഇരിക്കുന്നിടത്തുനിന്ന് എന്തായാലും ഇറങ്ങി പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ച് വെള്ളം കുടിച്ച ബാത്റൂമിൽ പോകണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വെള്ളം പോലും കുടിക്കാതെ അവിടെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് പാട്ടൊക്കെ ആയിട്ട് പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഈ ബംഗാളി ചേട്ടന്മാരും എല്ലാവരും അമ്മക്ക് കമ്പനിയായി. അവരുമായിട്ട് കൂടി ഞങ്ങൾ പിന്നെ സമൂസയൊക്കെ മേടിച്ച് ട്രൈ ചെയ്തു. നല്ല ചൂട് സമൂസയായിരുന്നു. അതിൻ്റെ കൂടെ ഈ പച്ചമുളക് ഇങ്ങനെ ഉണ്ടായിരുന്നു. പച്ചമുളക് ഒരു കടി, അതുപോലെ സമൂസയ്ക്ക് ഒരു കടി. പക്ഷേ കുറ്റം പറയാൻ പറ്റത്തില്ല, ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ആ ഒരു പച്ചമുളകായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബെസ്റ്റ് ഒരു കോംബോ ഉണ്ടായിരുന്നു. എന്തായാലും ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ച് അങ്ങനെ കഴിച്ചു തുടങ്ങി. പിന്നെ അപ്പുറത്തെ ബംഗാളി ചേട്ടന്മാരൊക്കെ പാട്ടൊക്കെ ഇട്ട് ഫുള്ള് വൈബിങ് ആയിരുന്നു. 50 മണിക്കൂറായിരുന്നു ട്രെയിൻ യാത്ര. 24 മണിക്കൂർ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഊപ്പാടിളകി. എങ്ങനെയും ഒരു ടിക്കറ്റ് അപ്ഗ്രേഡ് കിട്ടാനായിട്ട് ടീറ്റാറിനെ തപ്പിപ്പോയപ്പോഴാണ് പോറ്റിയേക്കാത്ത ഞങ്ങൾ അവിടെ തന്നെ എത്തുന്നത്.